കറ്റാരത്ത് വൻ തീപിടുത്തം. വ്യാപാര സമുച്ചയവും ജിമ്മും കത്തിനശിച്ചു. സമീപത്തുള്ള കടകളിലേക്കും വീടുകളിലേക്കും തീ പടർന്നു. 4 ഇടങ്ങളിൽ നിന്നുള്ള അഗ്നിരക്ഷാസേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കായംകുളം പുനലൂർ റോഡിൽ കറ്റാനം ജംഗ്ഷനിലാണ് തീപിടുത്തമുണ്ടായത്. വലിയ വീട്ടിൽ ഹോം ഷോപ്പി, ജിം, മെട്രോ ഫാൻസി, സമീപത്തുള്ള വീട് എന്നിവിടങ്ങളിലേക്കാണ് തീ ആളിപ്പടർന്നത്. ബുധനാഴ്ച രാത്രി 8ഓടെയായിരുന്നു സംഭവം. രാത്രി ഏറെ വൈകിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീ പടർന്നതോടെ കടയിലും ജിമ്മിലും ഉണ്ടായിരുന്നവർ രക്ഷപ്പെട്ടു. ആളപായമില്ല. കായംകുളം, മാവേലിക്കര, കരുനാഗപ്പള്ളി, അടൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. KP റോഡരികിലെ 3 നിലകളിലുള്ള വലിയ വീട്ടിൽ വ്യാപാര സമുച്ചയത്തിൽ നിന്നാണ് ആദ്യം തീയും പുകയും ഉയർന്നത്. ഇതിന്റെ മുകളിലത്തെ നിലയിലാണ് ജിം പ്രവർത്തിച്ചിരുന്നത്. വസ്ത്രങ്ങളും ഫാൻസി സാധനങ്ങളുമുള്ള വലിയ വീട്ടിൽ ഹോം ഷോപ്പിയും ജിമ്മും പൂർണ്ണമായും കത്തിനശിച്ചു. കടയുടെ മുകളിൽ സ്ഥാപിച്ചിരുന്ന സോളാർ പാനലും കത്തിനശിച്ചിട്ടുണ്ട്. വ്യാപാര സമുച്ചയത്തിൽ നിന്നാണ് സമീപത്തുള്ള മനോജിന്റെ ഫാൻസി കടയിലേക്കും വീട്ടിലേക്കും തീ പടർന്നത്. ചുറ്റുപാടും ഒട്ടേറെ കടകളും വീടുകളും മൊബൈൽ ടവറുമുണ്ട്. തീപിടുത്തത്തെ തുടർന്ന് KP റോഡിൽ ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെട്ടു. മൂന്നാംകുറ്റി, വെട്ടിക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. വള്ളികുന്നം, കുറത്തിക്കാട്, കായംകുളം, നൂറനാട് എന്നിവിടങ്ങളിൽ നിന്ന് വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. സമീപ വീടുകളിലുള്ളവരെയും പാചകവാത സിലിണ്ടർ അടക്കമുള്ള കത്താൻ സാധ്യതയുള്ള വസ്തുക്കളും മാറ്റി. KSEB അധികൃതർ വൈദ്യുതി ബന്ധവും വിച്ഛേദിച്ചു. സംഭവം അറിഞ്ഞ് വൻ ജനാവലിയും തടിച്ചുകൂടിയിരുന്നു. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. മന്ത്രി M. ലിജു, MS. അരുൺകുമാർ MLA എന്നിവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ന്യൂസ് ബ്യൂറോ, കറ്റാനം.